എവിടെ പോയി? എടേ അവള് വരാൻ പോകുന്നില്ല. അല്ലേലും എന്റെ സംശയം ഈ ഫസ്റ്റ് ഡേറ്റിന് എന്തിനാണ് സിൽവർ സ്റ്റോമിലേക്ക് വരാൻ പറഞ്ഞത്? അവൾക്ക് ഈ അഡ്വഞ്ചർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി വരാതെ അങ്ങനെ ഇരിക്കോ? നീ നട്ടുച്ചക്ക് ചതിക്കപ്പെട്ട. ഹായ് വർഷ. ലേറ്റ് ആയപ്പോ ഞാൻ കരുതി വരില്ലായിരിക്കും. അവധിയായിട്ട് വീട്ടിൽ നിന്ന് ചാടാൻ നല്ല സീനാണ്. പിന്നെ പിള്ളേരിലുണ്ടോ രക്ഷ? ഏത് പിള്ളേര്? വാട്ട് ആൻ അഡ്വഞ്ചർ. ഇപ്പൊ വേണോ? പോയി ചോദിക്കടാ. നമസ്കാരം. അതെ, ഇത് എന്നെ മേമ്മയുടെ മോള്, ഇത് ചെറിയ മേയുടെ മോള്. രണ്ടുപേരോട് വരാനുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്തോ. അതെ, ഇവനെയോളും +2 അപ്പൊ ഹോൾ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് 40% ഓഫ് ഉണ്ട്. പിന്നെ കാസു ടീച്ചർ ആയതുകൊണ്ട് 50% ഓഫ്. സന്തോഷം. കൂടെ വരുന്നവർക്ക് 15% ഓഫ് വേറെ ഉണ്ട്. ടിക്കറ്റ് പോയി എടുത്തിട്ട് വാ, നമുക്ക് സംസാരിക്കണ്ടേ? ടിക്കറ്റ് എടുത്തിട്ട് വരാം. ആണങ്ങട്ട് വരുന്നുണ്ട്. ഇരുന്നോ. വന്നപ്പോ മുതലേ ഞാൻ ഒന്ന് മിണ്ടാൻ ശ്രമിക്കുക. നാ ഇത് സൊല്ലിയാകണോ? എന്താ വർഷം ഒന്നും മിണ്ടാത്തേ? എന്റെ പൊന്നെ കണ്ടാടിയാ. കിട്ടൂലടാ, നിനക്ക് കിട്ടൂല. അമ്മ ചുരുള മുടിയുള്ള ഒരു പെങ്കൊച്ചു തൊടി പോണേണ്ട. ആ കസിൻസ് അലവലാദികളുടെ ഇടയിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്താടാ. ഇവിടെ ഇരി, ഞാൻ പോരാ. വല്ലതും നടക്കുവണ്ണ. അവള് കൊണ്ടുവന്ന 7 പേരും 7 ടൈപ്പാണ്. മൂത്തൊരു കസിനുണ്ട് സുജിത്ത്. അവന്റെ കല്യാണം കഴിഞ്ഞുള്ളൂ. അവരായി അവരുടെ റൈഡായി അവരുടെ ലോകായി. അവരുടെ പ്രശ്നമേ അല്ല. പിന്നെ ഒരു വെകിളിയുണ്ട്. അവളെ നീ സൂക്ഷിച്ചോ മോനെ. ഒരുത്തനാണെങ്കിൽ എല്ലാത്തിനോടും പൂച്ച. എന്നിട്ടോ പിന്നെ എല്ലാരെയും കൂട്ടി തിന്നാനും കുളിക്കാനും നടക്കുന്നൊരുത്തൻ, വെറുതെ ചിരിക്കുന്നവൻ. വർഷയുടെ ഇടവും വലോ 2 നീ പെട്ടടാ. ഒരു കാര്യം, ഗോൾഡ് ഫിഷോ അതും പാളി. കഴിച്ചിട്ടും കഴിച്ചിട്ടും ശരിയാവുന്നില്ല. ഐസ്ക്രീം വിളിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താടാ. ഒരു വഴിയുണ്ട്. സ്നോ സ്റ്റോം. ഞാൻ എന്തേലും പറഞ്ഞ് അവളെ കൊണ്ടുവരാം. എന്താ വിളിച്ചേ? എനിക്ക് കുട്ടിയോടി മലമുകളിലെ തണുപ്പിനെയും കറങ്ങുന്ന ടയറിനെയും തൊട്ടപ്പുറത്തെ ഹിമക്കരടിയെയും ആ ചായക്കടയൊക്കെ സാക്ഷി എടുത്തി അത് ചൊല്ലിയാകണോ? നിങ്ങൾക്ക് ഇവിടെ വന്നു. അത് നിങ്ങളെല്ലാരും കൂടെ ഞാൻ വന്ന. അയ്യോ, ഇതിപ്പോ എങ്ങോട്ട് ഓടേ?